ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 67ാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രീജിത്ത് ആണ്. ഇവിടെ അമീറാണ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ് അർജുന്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് നടത്തിയ ഒരു ടാസ്ക്. അതുപോലെ തന്നെയായിരുന്നു ഇന്നത്തെയും ഒരു ഇൻഡിവിജ്വൽ ടാസ്ക് മോർണിംഗ് ആക്ടിവിറ്റി പോലെ കൊടുത്തായിരുന്നു. സായിക്കാണ് അങ്ങനെ ഒരു ടാസ്ക് കിട്ടിയത്. ടാസ്ക് എന്ന് പറയുന്നത് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതിന്റെ ആൻസർ എന്ന് പറയുന്നത് തുടക്കം എന്ന് പറയുന്ന അക്ഷരത്തിൽ വേണം തുടങ്ങേണ്ടത്. അത്തരത്തിലായിരുന്നു ടാസ്ക്. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരൻ ചെയ്തല്ലടാ. അതെ അതെ അതെ. അത് സാധാരണ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. പുള്ളി അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ചെയ്തു. അതെ, പലതരത്തിലുള്ള ഇപ്പം വീട്ടിലെ കുറെ കാര്യങ്ങളും അതുപോലെ തന്നെ വൈഫിനെ പറ്റിയൊക്കെ ചോദിച്ചായിരുന്നു. അതിനെല്ലാം പുള്ളിക്കാരൻ തുടങ്ങുന്ന രീതിയിലുള്ള മറുപടി തന്നെയാണ് ഫണ്ണി ആയിട്ട് എല്ലാം പറഞ്ഞത്. എന്നുവെച്ചാൽ സ്പോട്ടിൽ നമ്മൾ ഗാവച്ച് തന്നെ പറയുകയാണെങ്കിൽ കുറിക്ക് കൊള്ളുന്ന മറുപടിയൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതെ അതെ അതെ. പിന്നീട് നടന്നതെന്ന് വെച്ചാല് ജിൻഡോ കഴിഞ്ഞ ദിവസം ഉറങ്ങിയായിരുന്നല്ലോ. അപ്പൊ അതിനൊരു ശിക്ഷ നമ്മുടെ പുതിയ ക്യാപ്റ്റൻ നന്ദന കൊടുക്കുന്നുണ്ട്. ലേലുവല്ലു 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 സോറി, ഇനി കിടന്നുറങ്ങില്ല എന്നുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്തും പോയി പറയണം. അതായിരുന്നു നമ്മുടെ ഒരു പണിഷ്മെന്റ് കിട്ടിയത്. പിന്നീട് എന്തോ സാധനം വന്നതിന്റെ പേരിൽ സ്റ്റോർ റൂമിലേക്ക് നമ്മുടെ നന്ദന പോകുന്നുണ്ട്. പക്ഷെ അവിടെ നന്ദനയെ കാത്തിരുന്നത് ഭയങ്കര വലിയൊരു സർപ്രൈസ് ആയിരുന്നു. പുള്ളിക്കാരി കുറെ ദിവസം കൊണ്ട് ഇമോഷണലി ഈ പറയുന്ന വീട്ടുകാരെ കാണാൻ വേണ്ടി ഇമോഷണലി ശരിക്കും കാത്തിരിക്കുകയായിരുന്നു. അത്തരത്തിൽ വണ്ടി വരുമ്പോഴും തന്റെ വീട്ടുകാരാണെന്ന് അയച്ച് ഓടാറുണ്ടായിരുന്നു. ഓടാറുണ്ടായിരുന്നു. അത്തരത്തിൽ തന്നെയായിരുന്നു പുള്ളിക്കാരിയുടെ അമ്മയും ചേച്ചിയും വന്നു. സ്റ്റോർ റൂമിൽ കൂടെയാണ് വന്നതല്ലേ? അതെ അതെ. സ്റ്റോർ റൂമില് അവിടെ മറ്റേ അച്ചപ്പവും എന്താണ് മിച്ചറും മുറുക്കൊക്കെ ആയിട്ട് അവിടെ കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് പിള്ളേർക്കൊക്കെ മുറുക്ക കൊടുക്കുന്നുണ്ട്. നന്ദന ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ട്. കുറെ ദിവസം കാണാൻ കൊതിച്ചിരുന്ന് കണ്ടതുകൊണ്ടായിരിക്കും തോന്നുന്നു. അതെ അതെ അതെ. പിന്നീട് നന്ദന ഈ പറയുന്ന കണക്ക് ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോ സിസ്റ്റർ തലയാട്ടുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇത് റൂമിൽ ചെന്നിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, സംസാരിക്കുന്ന പറയാൻ പാടില്ലല്ലോ, അതാണ്. അതെ, ഈ സെയിം സംഭവം തന്നെ നന്ദന ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ എന്ന് പറയുന്നുണ്ട് നന്ദന. ഓക്കെ, ഇതിനുശേഷം ഈ പറയുന്ന റസ്മിനും ജാസ്മിനും തമ്മിലുള്ള സംസാരമാണ് കേട്ടോടാ. ജാസ്മിൻ പറയുന്നത് വെച്ചാല് രാവിലത്തെ പാട്ട് കേട്ടപ്പോ തുടങ്ങി ഞാൻ വിചാരിച്ചത് എന്റെ വീട്ടുകാർ വരുന്നു എന്നാ വിചാരിച്ചത്. അപ്പോ റസ്മിനും പറയുന്നുണ്ട്, ഞാനും കരുതിയത് എന്റെ വീട്ടുകാർ വരുന്നു എന്നാ വിചാരിച്ചത്. എന്തായാലും ഇനി കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് അവര് പറയുന്നത്. സത്യത്തിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരുമെന്ന് പ്രതീക്ഷിച്ച. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു സങ്കടം കണക്ക് തോന്നിയെന്ന് വെച്ചാൽ അർജുന്റെ അമ്മ ഇല്ലല്ലോ പുള്ളിക്കാരനെ കാണാൻ വരാനേ. എല്ലാരും അമ്മയുമായിട്ട് ഭയങ്കര അഭിഷേകിന്റെ അതെ, അഭിഷേകിന്റെ ഈ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് കമന്റുകൾ കണ്ടെന്ന് വെച്ചാല് എല്ലാവരുടെ അമ്മമാര് വരുമ്പോ അഭിഷേകം നിൽക്കുന്നതാണ് ഭയങ്കര സങ്കടം വരുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ എന്നൊന്ന് നോക്കിയായിരുന്നു. അപ്പൊ പുള്ളി അങ്ങ് ഡൗൺ ആണ് കാണുമ്പോഴേ. പുള്ളിയുടെ അമ്മയെ ഓർമ്മ വന്നതാണ് പെട്ടെന്ന്. ശരിയാണ്. മൊത്തത്തിൽ ഇതിലിടയ്ക്ക് വെച്ചിട്ട് ഏതോ ഒരു ഫസ്റ്റ് ഈ ഒരു പാരന്റ്സ് ഒക്കെ വരുന്നതിന് മുന്നേ ഉള്ള ദിവസം എന്ന് വെച്ചാൽ ആ ദിവസം തന്നെ ഒരു സംഭവം നടന്നത്. എന്ന് വെച്ചാല് എല്ലാവരും അമ്മയുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും അമ്മേനെയാണ് ഇഷ്ടം, അമ്മമാര് തന്നെ എന്തായാലും വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിക്കൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴ് ഒരു മറു സൈഡിൽ ഈ പറയുന്ന അഭിഷേക് ഇങ്ങനെ എന്താ പറയാ, അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട ഒരാളെ കണക്ക് അമ്മ ആരുമില്ല വരാൻ, ആരുമില്ലെന്നല്ല, എന്നാലും അമ്മ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് വേറൊന്നും ആവത്തില്ലല്ലോ. ഇല്ല, അത് അത്രേ ഉള്ളൂ. അമ്മ ഉള്ളിടത്തോളം കാലം അത്രേ ഉള്ളൂ അത് ആ ഒരു ലൈഫ് എന്ന് പറയുന്നത്. അതിനുശേഷം വേറൊരു ലൈഫാണെന്ന് പറയാം. അപ്പൊ അത്തരത്തിൽ പുള്ളിക്കാരൻ ഭയങ്കര ഇമോഷണലി അങ്ങനെ ഇരിക്കുന്ന കണ്ടു. അത് തന്നെയാണ് സത്യത്തിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാം. പുള്ളിക്കാരൻ ശരിക്കും ഒരു വല്ലാത്തൊരു സ്റ്റേജിൽ കൂടെ ആയിരിക്കും ചിലപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും പിന്നീട് അമ്മയും സിസ്റ്ററും എല്ലാവരും തമ്മിൽ ഇരിക്കുന്നതൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ പറയുന്നുണ്ട്, ഈ പറയുന്ന നന്ദനയ്ക്ക് വേണ്ടി ഈ പറയുന്ന നാട്ടുകാരൊക്കെ ഫ്ലെക്സ് ഒക്കെ അടിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. മോൾക്ക് വേണ്ടി ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോ ജനങ്ങളുടെ മുന്നിൽ തലയുയർത്തിയാണ് നടക്കുന്നത് എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അമ്മ സംസാരിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വെച്ചിട്ട്
ജാസ്മിന്റെ വീട്ടുകാരെ ജിൻഡോ പറയുന്നുണ്ട്. അത് നേരിട്ടല്ല, വേറൊരു രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അത് ട്രിഗർ ആയിട്ട് ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഭയങ്കര അടിയൊക്കെ നടക്കുന്നുണ്ട്, ചെറിയൊരു അടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് കാണുന്നതെന്ന് വെച്ചാൽ ജിൻഡോയുടെ വീട്ടുകാർ വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അത് സംഭവം എന്ന് വെച്ചാൽ കൺഫെഷൻ റൂമിൽ ഇരിക്കുന്ന കാഴ്ച അത് പ്ലാസ്മ ടിവിയിലൂടെയാണ് പ്രേക്ഷകനെ കാണിക്കുന്നത്. പ്രേക്ഷകനും ഈ പറയുന്ന ജിൻഡോ ഉൾപ്പെടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും കാണുന്നത്. പുള്ളിക്കാരനും ശരിക്കും കുറെ നാളുകൊണ്ട് അമ്മേനെയും അച്ഛനെയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ തന്നെയാണ് അവിടെ വീണ്ടും നമുക്ക് കാണാൻ പറ്റുന്നത്. വരുന്ന വഴിക്ക് അച്ഛനും അമ്മയും ഈ പറയുന്ന അമ്മ പ്രത്യേകിച്ച് ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നതായിട്ടൊക്കെ കാണാം. പിന്നെ നല്ല കളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. വരുന്ന എല്ലാരും ജാസ്മിനെ ഞാൻ ബൂസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവാതെ. അല്ല, അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോടാ, ഈ പറയുന്ന അൻസിബയുടെ ഉമ്മ വന്നിട്ട് അങ്ങനെ ഒരു ഡയലോഗ് അടിക്കണമെങ്കിൽ അതിന്റെ കാരണം കൃത്യമായിട്ട് നമ്മൾ എന്താ പറയാ, ബിഗ് ബോസ് തന്നെ അത്തരത്തിലൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടായിരിക്കണം മേ ബി അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതുവരെ വന്ന പാരന്റ്സിൽ ബിഗ് ബോസ് നേരിട്ട് ഒരു കണ്ടസ്റ്റന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കളെ പറ്റി എങ്ങനെയാണെന്ന് ഒരു അച്ഛനമ്മമാരുടെ അടുത്തും ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൺഫെഷൻ റൂമിൽ വെച്ചിട്ട് ജിൻഡോയുടെ ഗെയിം എങ്ങനെയാണെന്ന് ബിഗ് ബോസ് ഈ പറയുന്ന ജിൻഡോയുടെ പാരന്റ്സിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവര് പറയുന്നുണ്ട് നല്ല ഗെയിമാണെന്നുള്ള രീതിക്ക് തന്നെ പറയുന്നു. പക്ഷെ അവിടെ ഒരു വൈരുദ്ധ്യാത്മകത ഉണ്ടല്ലേ, അതായത് സിംഗിൾ ആയിട്ട് കളിക്കണമെന്ന് പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. അതെ 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 കാര്യം അതിലേക്ക് നമുക്ക് എത്താടാ. സംഭവം അതിന് മുന്നോടിയായിട്ട് സിജോയോട് ഇടി കിട്ടിയ കാര്യമൊക്കെ പുള്ളിക്കാരി എന്നാണ് ജിൻഡോയുടെ അമ്മ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സങ്കടമായി പോയി ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ ടി വിയിൽ കണ്ടപ്പോ എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മ കുറച്ച് മാസം മുന്നെയാണ് സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് അവൻ സിഗരറ്റ് വലിച്ചു തുടങ്ങിയത്. ഇപ്പം അങ്ങനെ സിഗരറ്റ് വലിക്കുന്നതൊന്നും കാണുന്നില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നത്, അതെ, സിജോ പറയുന്നത് വെച്ചാൽ ലാലേട്ടൻ വരെ പറഞ്ഞു ഇതൊന്ന് പുകവലി ഒന്ന് കുറയ്ക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് എന്തായാലും പുറത്തിറങ്ങുമ്പോൾ നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അമ്മ പറയുന്നു നിർത്തിക്കോ കേട്ടോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോ ജിൻഡോ എന്തായാലും പുറത്തിറങ്ങിയിട്ട് നിർത്തും എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത്. പിന്നെന്താണ്, ആരോഗ്യത്തെ പറ്റി അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ശരിക്കും ഇമോഷണലായിട്ട് കരയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കല്യാണം മോനെ കഴിപ്പിക്കണം, ജിൻഡോനെ ഇനി ഒരു കല്യാണവും കൂടെ കഴിപ്പിച്ചൊന്ന് സെറ്റ് ആക്കണം എന്നുള്ള രീതിക്കാണ് അമ്മ നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ സാധനങ്ങൾ എന്ന് പറയുന്നത് ജിൻഡോയുടെ പ്രധാനപ്പെട്ട ഐറ്റംസ് ഉണ്ടല്ലോ, ബ്ലാക്ക് ബെൽറ്റും യെല്ലോ ബെൽറ്റൊക്കെയാണ് കൊണ്ടുവരുന്നത്. പിന്നീട് അമ്മയും ജിൻഡോയും അച്ഛനും ഇരിക്കുന്ന ഒരു റൂമിലേക്ക് പോകുന്നുണ്ട് ഇവർ സംസാരിക്കുന്നതായിട്ട്. അപ്പൊ അതിൽ അമ്മയുടെ അടുത്ത് അമ്മ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഗെയിമാണ്, ഒറ്റയ്ക്ക് തന്നെ കളിക്കുന്നതാണ് നല്ലത് എന്നാണ് അമ്മ പറയുന്നത്. ജിൻഡോ അതിന് മറുപടി പറയുന്നത് വെച്ചാൽ ഞാൻ പണ്ട് ഒറ്റയ്ക്ക് തന്നെയാണല്ലോ കളിക്കുന്നത്, ഗ്രൂപ്പായിട്ട് കളിക്കത്തില്ല, മറ്റുള്ളവർ ചതിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അമ്മ പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും എല്ലായ്പ്പോഴും ജയിക്കാനാവില്ലല്ലോ, അപ്പൊ എന്താണ് ഇതൊരു ഗെയിമിന്റെ ഭാഗം തന്നെയാണല്ലോ. അപ്പൊ എന്തായാലും ജിൻഡോ പറയുന്നത് വെച്ചാൽ എന്തായാലും എനിക്ക് കപ്പടിക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അവിടെ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാലേടാ, ജിൻഡോയുടെ അമ്മ എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ള? നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാം അറിയാം. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പോ മെയിൻ എപ്പിസോഡും പ്ലസ് എപ്പിസോഡും അതുപോലെ തന്നെ കുറച്ച് ലൈവ് എപ്പിസോഡും ഒക്കെയാണ് കാണുന്നത്, പ്രമോസും ഒക്കെയാണ് കാണുന്നത്. ഇതിനെക്കാട്ടി ഇരട്ടി ലൈവ് ആയിരിക്കുമല്ലോ ഈ പറയുന്ന വീട്ടുകാർ കാണുന്ന. ജിൻഡോയുടെ പ്രവൃത്തി വെച്ചിട്ട് അല്ലെങ്കിൽ ജിൻഡോയുടെ ഗെയിം വെച്ചിട്ട് വീട്ടുകാർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ എങ്ങനെയാണ് ഗെയിം കളിക്കുന്നതെന്ന്. ഒറ്റയ്ക്കാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ കൂട്ടത്തിൽ കൂടിയാൽ തന്നെ ഈ പറയുന്ന സ്വന്തം ടീം അംഗങ്ങളെ പോലും ചിലപ്പോൾ വെട്ടി വീഴ്ത്തിക്കൊണ്ട് പോലും പുള്ളിക്കാരൻ കളിക്കുന്ന കളികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നീട് എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എന്തുകൊണ്ടാണ് ആ അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെന്താണ്, എന്തായാലും ദൈവത്തിൽ പ്രാർത്ഥിക്കുക മോനെ, നിനക്ക് കപ്പ് കിട്ടാൻ നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത്. പിന്നീട് നന്ദനയും അമ്മയും സിസ്റ്ററും കൂടെ ഈ പറയുന്ന ഒരു കാര്യങ്ങൾ പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാല് നന്ദന പറയുന്നത് വെച്ചാല് എനിക്കിവിടെ ഓപ്പൺ ആയിട്ട് പറയാൻ സിജോയും സായിയും ഒക്കെ ഉണ്ട്, അതുപോലെ തന്നെ എന്റെ എന്ത് കുട്ടിക്കളികൾക്കും അവര് കൂട്ടു നിൽക്കും എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സിസ്റ്റർ പറയുന്നത് വെച്ചാല് ഇവിടെ ആരോടും അറ്റാച്ച്മെന്റ് വേണ്ട എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പക്ഷെ എനിക്കത് ആ ഒരു സംസാരം കേട്ടപ്പോൾ തോന്നിയെന്ന് വെച്ചാലേടാ, ഈ ഒരു അറ്റാച്ച്മെന്റ് എന്ന് ഉദ്ദേശിച്ചത് നമുക്കറിയാം സിജോ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് ഇപ്പോ വന്നതിന് ശേഷം
പലരിടത്തും പല രീതിയിലാണ് സംസാരിക്കുന്നത്. ചിലപ്പോൾ ജാസ്മിന്റെ അടുത്ത് പോയി സംസാരിച്ചതിന് ശേഷം പുള്ളിക്കാരൻ ജാസ്മിനെ പിന്നീട് മറ്റേടത്തെങ്കിലും പറയുന്ന കുറ്റമായിരിക്കും പറയുന്ന, പിന്നീട് ജാസ്മിന്റെ അടുത്ത് പോയി വീണ്ടും ജാസ്മിനുമായിട്ട് ഒരു സൗഹൃദം ഉണ്ടാക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ സിജോയുടെ ഒരു ഇതിൽ കാണാൻ പറ്റുന്നത്. പിന്നീട് അവരെല്ലാം കൂടെ ചേർന്നൊക്കെ പാട്ട് പാടുന്നതും ഡാൻസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണാൻ പറ്റും. പിന്നീട് നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു തലയണ മന്ത്രം എന്ന് പറയുന്ന ഒരു ടിക്കറ്റ് ഫിനാലയിലേക്ക് എന്ന് വെച്ചാൽ ആ ഒരു ടാസ്ക് ആയിരുന്നു നടന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടാസ്ക് തന്നെയായിരുന്നു. അത്യാവശ്യം എന്താ പറയാ, സമയം എടുക്കുന്ന ടാസ്ക് തന്നെയായിരുന്നു. കാര്യം നമ്മുടെ തലവണ ഉണ്ടല്ലോ, തലവണയിൽ പഞ്ഞി നിറച്ച് കൊണ്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അത്യാവശ്യം നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കലി അതുപോലെ തന്നെ മെന്റലി അതുപോലെ തന്നെ കുറച്ച് ക്ഷമയും അറ്റൻഷനും ഒക്കെ വേണ്ടി വന്ന ഒരു ടാസ്ക് തന്നെയായിരുന്നു. അതിൽ ഡെൻ ടീമിൽ നിന്ന് മത്സരിക്കുന്നത് നന്ദനയും റസ്മിനുമായിരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ടീമിൽ നിന്ന് ജാസ്മിനും അർജുനും, അതുപോലെ തന്നെ ടണൽ ടീമിൽ നിന്ന് അപ്സരയും സിജോയും, അതുപോലെ തന്നെ പീപ്പിൾസ് റൂമിൽ നിന്ന് നോറയും അൻസിബയാണ് മത്സരിച്ചത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും 3-4 തലവണ ചെയ്തപ്പോൾ നമ്മുടെ ടണൽ ടീം ഉണ്ടല്ലോ, നമ്മുടെ ആരാണ് ടണൽ ടീം എന്ന് പറയുമ്പോൾ നമ്മുടെ സിജോയും അപ്സരയുടെ ഒക്കെ ടീം, അവര് 9ഓളം തലവണയാണ് ഒറ്റ സെറ്റിൽ നിർമ്മിച്ചെടുത്തത്. അത് വെറുതെ പഞ്ഞി നിറച്ചാൽ മാത്രം പോരാ, അതിൽ ഈ പറഞ്ഞ പോലെ തുന്നിക്കെട്ടുകയും വേണം. ഈ പറയുന്ന സൂചി നൂലും വെച്ച് തുന്നിക്കെട്ടുകയും വേണം. അപ്പൊ അതൊരു ഭയങ്കര ടാസ്ക് ആയിരുന്നു. എന്നാലും കുഴപ്പമില്ലാത്തൊരു സംഭവം തന്നെയായിട്ടാണ് തോന്നിയത്. അതില് ഈ പറയുന്ന 4 ടീമുകളും വർക്കെല്ലാം കഴിഞ്ഞതിന് ശേഷം മറ്റ് ടീമിലുള്ള കണ്ടസ്റ്റന്റ് ആണ് ഇതിന് വാല്യൂ ചെയ്യുന്നത്, മാർക്ക് ഇടുന്നത്. അപ്പോൾ ജിൻഡോ ഈ പറയുന്ന സിജോയുടെയും അപ്സരയുടെയും ടണൽ ടീമിനെയാണ് വിലയിരുത്തിയത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ എല്ലാം റിജക്ട് ചെയ്തു. അത് ഒരു ആക്ഷനും ഇല്ലാതെ ഒരെണ്ണം പോലും മാർക്ക് കൊടുത്തില്ല. അത് ഏകദേശം 9 തലവണ പുള്ളിക്കാരൻ ഭയങ്കര ഒരു എന്ന് വെച്ചാല് ഇത് മോശം അത് മോശം. എന്നിട്ട് പുള്ളിക്കാരൻ വേറൊരു കാര്യമുണ്ട് കേട്ടാ, ഡെമോ കാണിക്കുന്നുണ്ട്. ഇത് തലവണ പഞ്ഞി പൂർണ്ണമായിട്ട് നിറച്ചിട്ടില്ല, ഒരു സാധാരണ ഞാൻ മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന കണക്കത്തുള്ള തലവണ ആയിട്ടില്ല, അതിനുവേണ്ടി കിടന്നൊക്കെ കാണിക്കുന്നുണ്ട്. കിടന്ന് തലവണയൊക്കെ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ കണ്ടില്ലേ, ഞാൻ കിടക്കാനത്ത് തന്നെ തറയിൽ മുട്ടി, ഇത് ഒരു നല്ല തലവണ അല്ല എന്ന് പറഞ്ഞിട്ട് 9 തലവണേനെയും ഈ പറയുന്ന നിഷ്കരുണം വെട്ടി മലർത്തുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും 0 മാർക്കോട് കൂടി ടണൽ ടീമും അതുപോലെ തന്നെ സായിയുടെ ടീമാണ് അൻസിബ, നോറ എന്നിവരെ നമ്മുടെ പീപ്പിൾസ് ടീമിനെ വാല്യൂ ചെയ്തത്. അവർക്ക് 1 പോയിന്റ് കിട്ടി. അഭിഷേക് ശ്രീകുമാർ, നന്ദന, റസ്മിൻ എന്നിവരുടെ ടീമിനെ ഡെൻ ടീമിനെയാണ് നോക്കിയത്. അപ്പൊ അവർക്കും 0 പോയിന്റ് ആണ് അഭിഷേക് ശ്രീകുമാർ കൊടുത്തത്. പിന്നീട് ശ്രീതു ആണ് വാല്യൂ ചെയ്തത്. ശ്രീതു ഈ പറയുന്ന ജാസ്മിന്റെയും അർജുന്റെയും ടീമിനെ നെക്സ്റ്റ് ടീമിനെയാണ് നോക്കിയത്. അതിൽ 1 പോയിന്റോട് കൂടിയാണ് അവർക്ക് കിട്ടിയത്. എന്തായാലും ഈ പറയുന്ന ടിക്കറ്റ് ടു ഫിനാലെ 3ാമത്തെ ടാസ്ക് കഴിഞ്ഞോടുകൂടി 3 പോയിന്റോടുകൂടി തുല്യമായിട്ടുള്ള നില പിന്തുടരുകയായിരുന്നു ഈ പറയുന്ന 2 ടീമുകൾ, നെക്സ്റ്റ് ടീമും പീപ്പിൾസ് ടീമും. അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ഗെയിം തന്നെയായിരുന്നു അല്ലേ, ഇത്തിരി കുറെ സമയം എടുക്കുന്ന ഗെയിം ആയിരുന്നു അല്ലേ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. പിന്നീട് നടന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ കണ്ടാണ്, ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു ടാസ്ക് ആയിരുന്നു നടന്നത്. ടാസ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു സെഗ്മെന്റ് പോലെ. അതിൽ ജിൻഡോയുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ പറയുന്ന പുള്ളിക്കാരൻ അത്രയും കഷ്ടപ്പെട്ട് നിലയിൽ നിന്ന് വന്നതാണ്. അച്ഛനും മകനും ഒരുമിച്ചൊക്കെ ജോലി, ടെയിലിന്റെയും മാർബിളിന്റെയും ഒക്കെ പരിപാടികളൊക്കെ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ ഒരു ലെവലിലേക്ക് എത്തി എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇനിയുള്ളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ മകനെ ഒരു കല്യാണം കഴിപ്പിക്കണം. അപ്പൊ ഇതിനിടയ്ക്ക് വെച്ചിട്ട് അമേരിക്കയിലുള്ള ഒരു പ്രണയത്തെ പറ്റിയൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. സിജോ ഒക്കെ പറഞ്ഞിട്ടാണ്, സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അമ്മയ്ക്ക് അതിന് താല്പര്യമുണ്ടോ, അമ്മ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് അമ്മയും നിൽക്കുന്നത്, ആ ഒരു വിവാഹം നടക്കട്ടെ എന്നുള്ള രീതിക്ക്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് നന്ദനയും സംസാരിക്കുന്നു, നന്ദനയുടെ വീട്ടുകാരും സംസാരിക്കുന്നുണ്ട്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് പുള്ളിക്കാരിനെയും വളർത്തിയത്, അച്ഛന്റെ മരണശേഷമൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഭയങ്കര കുട്ടിക്കാലത്തൊക്കെ ഭയങ്കര കുറുമ്പായിരുന്നു. വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരു ദിവസം ഇങ്ങനെ ഒളിച്ചോടി പോയി പുറത്തൊന്നുമല്ല, ഒരു എല്ലായിടത്തും നോക്കി അവസാനം കണ്ടു കിട്ടാതെ വൈക്കോലിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുന്ന നമ്മുടെ നന്ദനയാണ് വീട്ടുകാരൊക്കെ കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഭയങ്കര ഫണ്ണി ആയിട്ടൊക്കെ പറയുന്നുണ്ട്. എന്താണ് നന്ദനയുടെ അനിയത്തി പറയുന്നത്, സഹോദരി പറയുന്നത്, ചേച്ചി പറയുന്നതെന്ന് വെച്ചാൽ സിനിമയിൽ കയറി പച്ച പിടിക്കണം എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത്. പക്ഷെ അമ്മ പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ പോലീസുകാരിയായി കാണണമെന്നൊക്കെ പറയുന്നുണ്ട്.
പിന്നീട് നടന്നത് ഈ പറയുന്ന ഒരു ബെസ്റ്റ് ഡെന്റൽ എന്താണ് മികച്ച പല്ലിനുള്ള ഒരു അവാർഡാണ്. എന്താണ് ഒരു സ്പോൺസേഡ് ടാസ്ക് എന്നോ അല്ലെങ്കിൽ ചെറിയൊരു ഗെയിം സെക്ഷൻ പോലെ ജാസ്മിനാണ് മികച്ച പല്ലുകൾക്കുടമ എന്നൊരു ഇത് കിട്ടുന്ന ട്രോഫി കിട്ടുന്നത്. ട്രോഫി മാത്രമല്ലായിരുന്നു, ഈ പറയുന്ന ഈ പേസ്റ്റും കൂടെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പൊ നന്ദനയാണ് ഈ ഉപകാരങ്ങൾ കൊടുക്കുന്ന ട്രോഫിയും ഈ പേസ്റ്റും. അപ്പൊ നന്ദന പറയുന്നത് വെച്ചാല് 2 കൊല്ലം ഉപയോഗിക്കാനുള്ള പേസ്റ്റ് ഉണ്ട്, വീട്ടിൽ കൊണ്ടുപോകാം, ഈ ആഴ്ച തന്നെ അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. കാര്യം ഈ വരുന്ന ആഴ്ച തന്നെ പുറത്തു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള രീതിക്കാണ് പറയുന്നത്. പിന്നീട് ശ്രീതുവും അർജുനും തമ്മിലുള്ള ഒരു സംസാരമാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിനു മുന്നേ തന്നെ മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു ശ്രീതുവും അർജുനും തമ്മിൽ. കാര്യം എന്ന് വെച്ചാല് ശ്രീതുവിന്റെ ചോക്ലേറ്റ് അർജുൻ എടുത്ത് അർജുന്റെ റൂമിൽ കൊണ്ടുവച്ചായിരുന്നു. അപ്പോ എന്താണ് ശ്രീതു ഇത് ചെന്ന് നോക്കുമ്പോ അർജുൻ അവിടെ ചോക്ലേറ്റ് തിന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീതു വിചാരിക്കുന്ന വെച്ചാല് തന്റെ ചോക്ലേറ്റ് അർജുൻ പെർമിഷൻ ഇല്ലാതെ എടുത്ത് തിന്നുകയും അതുപോലെ തന്നെ സായിക്ക് കൊടുക്കുകയും ചെയ്തു എന്നൊക്കെയാണ് ഈ പറയുന്ന, എനിക്ക് തോന്നുന്ന നോറയ്ക്ക് ഉൾപ്പെടെ കൊടുത്തായിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടിട്ട് ശ്രീതു നല്ല കലിപ്പാവുന്നുണ്ട് അർജുന്റെ അടുത്ത്. അപ്പോ ഇതിന് ശേഷം നടക്കുന്ന ബാക്കി കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ അർജുൻ പറയുന്നത് വെച്ചാല് ഞാൻ കരുതി നീ എനിക്ക് 0 മാർക്കായിരിക്കും തരാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശ്രീതു പറയുന്നത് വെച്ചാല് സായി പറഞ്ഞിരുന്നു മാർക്ക് തരണമെന്ന്. അപ്പോ അർജുൻ പറയുന്നു മാർക്ക് തന്നതിന് താങ്ക് യു എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ശ്രീതുവിന് വലിയ മുഖ തെളിമയൊന്നും ഇല്ലായിരുന്നു. കാര്യം നേരത്തെ പഴയ കേസ് മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പം എന്താണ് ഇതിന്റെ ഭാഗമായിട്ട് പിന്നീട് പറയുന്നത് മറ്റൊരു സംഭവമാണ് ഉണ്ടാകുന്നത്. ഈ പറയുന്ന നമ്മുടെ നോറ ഉണ്ടല്ലോ, നോറ പുള്ളിക്കാരി ഈ പറയുന്ന മിററിന്റെ മുന്നിൽ പോയി പറയുകയാണ് താൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ടൈം തൊട്ട് ഈ പറയുന്ന ഒരുപാട് തുന്നലുകൾ ചെയ്തിട്ടുള്ളതാണെന്ന്. കാര്യം ബന്ധുവിന്റെ വീട്ടിലൊക്കെ പോയി ഒരുപാട് തുന്നി കൊടുത്തിട്ടുള്ളതാണ്. ആ പൈസക്ക് ഒരു ഫോൺ മേടിച്ച് ഈ ലെവൽ വരെ എത്തി. അപ്പൊ ഈ ലെവൽ വരെ എത്തി. അപ്പോ ആ എന്നെയാണ് ഞാൻ തച്ച തലോണിയാണ്. അതെ, ഈ ഹലോ അല്ല ഇപ്പൊ ഏത് ലെവൽ വരെ എത്തിയാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പറയാ ആരുടെ വളർച്ച ഒരു വളർച്ചയല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇനി എപ്പോ വേണോ എയറിൽ പോവാം, ബിഗ് ബോസിലാണ് നിൽക്കുന്നത്. ഇതുവരെ എത്തിയതൊന്നും ആരും പറയാൻ പാടില്ല. ഇനി ജിൻഡോ പോലും എപ്പോ എയറിൽ പോകുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അതെ. എന്നിട്ടാണ് സായി 3 എണ്ണവും റിജക്ട് ചെയ്തത് എന്നുള്ള രീതിക്കൊക്കെ ഈ പറയുന്ന നോറ പറയുന്നുണ്ട്. എന്തായാലും ഇത് ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ ഹാപ്പിയാണ് എന്നുള്ള രീതിക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തേക്കാണ് നോറ എന്നാണ് പറയുന്നത്. പിന്നീട് ജിൻഡോയും സിജോയും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്താണ് വിവാഹ കാര്യങ്ങൾ തന്നെയാണ് സംസാരിക്കുന്നത്. പിന്നീട് ജാസ്മിനും അർജുനും തമ്മിൽ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടാ. ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാല് ജാസ്മിനും അർജുനും കൂടെ ഒരു കോംബോ സൃഷ്ടിക്കാനുള്ള ശ്രമമാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. ആണോ? അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. കാര്യം ഇപ്പൊ നാളത്തെ പ്രോമോയിലും അല്ല ഇവര് രണ്ടുപേരും കൂടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ആണോ ലവ് കോംബോ ആണോ എന്നറിയില്ല. ഇവര് രണ്ടുപേരും അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നുള്ള രീതിയിൽ പല റീലുകളും ഒക്കെ വരുന്നുണ്ട്. അല്ല ഇതൊന്ന് രാവിലെ ജാസ്മിന്റെ PR ടീമും കൂടെ ഒക്കെ ചേർന്നായിരിക്കും. കാര്യം അർജുനുമായിട്ട് വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് വരത്തില്ല. അപ്പൊ അതിനു വേണ്ടി ഇവര് ഈ PR ടീമിന്റെ ഒരു കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല വേറൊരു കാര്യം ഉണ്ടോ, ഇപ്പൊ ഒരു കോംബോ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പൊ മേ ബി ഇപ്പോ ഇവരൊരു കോംബോ ആയി, നല്ല ഫ്രണ്ട്ഷിപ്പ് ടീമാണല്ലോ, ആൾറെഡി ഒരു ടീം ആയി കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു സൈഡിൽ നിന്ന് വെളുപ്പിക്കൽ നടക്കുന്നുണ്ട്. പാരന്റ്സ് വഴി പലരും വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയും മോളാണ് കിടിലം, മോളാണ് ഗെയിമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ഇങ്ങനെ ഒരു കോംബോ കൂടെ ആയിക്കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ എങ്ങാനും അർജുൻ പോവുകയാണെങ്കിൽ ഔട്ട് ആവുകയാണെങ്കിൽ അർജുൻ്റെ വോട്ട് മൊത്തം ആർക്കും അറിയും, നമ്മുടെ ജാസ്മിനും അറിയും. ശ്രീധുവിനും അറിയാതിരിക്കാൻ വേണ്ടിയുള്ള കളിയായിരിക്കും. മേ ബി അതായിരിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും നെഗറ്റീവ് ആക്കാനൊക്കെ ഇഷ്ടം പോലെ ശ്രമിക്കുന്നുണ്ട് ഒരു സൈഡിലെ. അതെ, അർജുനും നമ്മുടെ ജാസ്മിനും തമ്മിലുള്ള സംസാരം നമുക്ക് നോക്കാം. ജാസ്മിൻ പറയുന്നത് വെച്ചാല് ഞാൻ ഈ ആഴ്ച പോകുമോ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അപ്പൊ അർജുൻ പോയാൽ പോകും, അത്രേ ഉള്ളൂ. അപ്പൊ ജാസ്മിൻ മുൻപ് നോമിനേഷൻ ഒക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഓരോ ദിവസവും കഴിയുന്തോറും ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അർജുൻ പറയുന്നത് വെച്ചാല് നിൽക്കാൻ പറ്റുന്നിടത്തോളം നിൽക്കുക, എഫേർട്ട് ഇടുക, ജനങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഓക്കെ, അവരെ പറ്റിച്ച് എന്തായാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പോ
അവരാണ് ഓരോ നിമിഷവും വാല്യൂ ചെയ്യുന്നത് എന്നുള്ള രീതിക്കും പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടാ, ജിൻഡോ ജയിച്ചാൽ എനിക്ക് സഹിക്കൂല, ബിഗ് ബോസ് ഷോ തന്നെ ഒരു അർത്ഥമില്ലാതായി പോകും എന്നുള്ള രീതിക്കൊക്കെ ജാസ്മിൻ വലിയ രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ജിൻഡോ ജയിച്ചാൽ എന്താ, ആര് ജയിച്ചാൽ എന്തായാലും ഈ കാണുന്ന പ്രേക്ഷകനെ ഈ പറയുന്ന പറ്റിക്കാൻ ഇതിലേക്ക് പറ്റില്ല. പറയുമ്പോഴാണ് ജിൻഡോയ്ക്ക് അതൊരു ബൂസ്റ്റ് ആവുന്നത്. ഈ മന്ദബുദ്ധിക്ക് അത് അറിയത്തില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത്. അതെ, അതായത് എന്തായാലും അവൾ അവളുടെ കുഴി തന്നെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ 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 എന്തായാലും ഈ പറയുന്ന പോലെ ശ്രീതു റസ്മിൻ സംസാരിക്കുന്നുണ്ട്. ഇതിലും ഈ പറയുന്ന കുറെ ഈ അർജുനുമായിട്ട് ഇപ്പോ അത്ര നല്ല രസത്തിലല്ലെന്ന് തോന്നുന്നു. കാര്യം അമ്മ വന്ന് ഈ പറയുന്ന പറഞ്ഞതിനൊക്കെ ശേഷം പുറത്ത് എനിക്ക് തോന്നുന്ന ശ്രീതു മനസ്സിലാക്കിയിരിക്കുന്നത് പുറത്ത് ഈ ഒരു കോംബോ അത്ര നല്ലതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നുവെച്ചാൽ അവള് മനസ്സിലാക്കിയിരിക്കുന്നത് പുറത്ത് ഈ ഒരു കോംബോ വർക്ക് ആവുന്നില്ല, അല്ലെങ്കിൽ അതായത് അമ്മ പറയുന്നതും കൂടെ ആണല്ലോ. അതെ അതെ അമ്മ ഏറ്റവും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ അമ്മ. അപ്പൊ അമ്മ വന്നിട്ട് എന്താ ഒറ്റയ്ക്ക് കളിക്കുക അല്ലെങ്കിൽ ലേറ്റിന് ശേഷം അവിടെ ഇരിക്കരുത് എന്നൊക്കെ പറയുന്നതൊക്കെ പുള്ളിക്കാരുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടാവും. അതെ അപ്പൊ അതുകൊണ്ടും കൂടെ ആണെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, ഇതും ശ്രീതുവും റസ്മിനും തമ്മിലുള്ള സംസാരം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. എന്ന് വെച്ചാൽ ശ്രീതു പറയുന്നുണ്ട് ചിലർ ഫേക്ക് ആയിട്ട് ഇപ്പം തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ ചിലരെന്ന് ഉദ്ദേശിച്ച അർജുനെയാണ്. അതെ, അപ്പൊ റസ്മിനും പറയുന്നുണ്ട് ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രീതു എന്റെ ചിന്തകളായിരിക്കാം, ഫേക്ക്നെസ് ഇപ്പോ ശരിക്കും വരാൻ തുടങ്ങിയിരിക്കുന്നത് അയാളിൽ നിന്നെന്നോ അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്നൊക്കെയാണ് പറയുന്നത്. കൃത്യമായിട്ട് പറയുന്നുമില്ല. ശ്രീതു പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ മനസ്സ് തുറക്കാൻ ഇപ്പോ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈ പറയുന്ന റസ്മിന്റെ അടുത്ത്. ഇപ്പൊ ആരാണെന്ന് പറയാൻ ഞാനിപ്പോ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റസ്മിൻ അർജുന്റെ അടുത്ത് പോകുന്നുണ്ട് രാത്രി നട്ടപ്പാതിലേക്ക്. എന്താണ് അവിടെ ഒന്നും കൂടെ കാര്യങ്ങൾ അറിയാതെ അവർക്കൊരു സുഖമില്ലല്ലോ, ഇവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പൊ ജന്മന കട്ടറുമായതുകൊണ്ടും കൂടെ ആയിരിക്കും. അതെ അതെ അർജുൻ പറയുന്നത് വെച്ചാല് അർജുൻ പറയാണ് എന്താണ് ശ്രീതുവിന്റെ റൂമിൽ ചെന്ന് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തതും എന്റെ റൂമിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് അവൾ അറിയാതെ കഴിക്കുന്നതും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അവൾ കാണുന്നുണ്ട്. അപ്പോ ഉടനെ തന്നെ അവൾ എന്റെ റൂമിൽ വന്ന് സാധനങ്ങളെല്ലാം മുഴുവൻ ഈ പറയുന്ന ബെഡിലേക്ക് തട്ടിയിടുന്നുണ്ട്. എന്നിട്ട് എന്റെ ഫോട്ടോയും ബെഡിലേക്ക് ഇടുന്നുണ്ട്. അവക്ക് എങ്ങനെയാണോ ഈ പാവ ഇമ്പോർട്ടന്റ് ആവുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് എന്റെ ഫോട്ടോസും എന്ന് ഈ പറയുന്ന അർജുൻ പറയുന്നുണ്ട്. അപ്പോ പിന്നീട് അവസാനം പറയുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞതിന് ശേഷം, ദേഷ്യപ്പെട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അർജുൻ പറയുന്നുണ്ട് നിന്റെ ചോക്ലേറ്റ് ഞാനല്ല കഴിച്ചത്, അല്ലെങ്കിൽ നിന്റെ ചോക്ലേറ്റ് ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അപ്പോഴ് ഈ പറയുന്ന നമ്മുടെ ശ്രീതുവിന് അതൊരു വലിയൊരു അടിയാവുന്നതായിട്ട് അർജുൻ പറയുന്നുണ്ട്. അപ്പോൾ റസ്മിൻ പറയുന്ന വെച്ചാല് ശ്രീതു വന്ന് പറഞ്ഞതും അത് തന്നെയാണ്, നീ തെറ്റ് ചെയ്യാതെ സാധനങ്ങൾ എടുത്തിട്ടതിൽ അവൾക്ക് കുറ്റബോധം ഉണ്ടെന്നുള്ള രീതിക്ക് തന്നെയാണ് അവള് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് എന്ന് റസ്മിൻ പറയുന്നുണ്ട്. തിരികെ സാധനങ്ങൾ എടുത്ത് വെക്കുന്നതായിട്ടും കാണിക്കുന്നു. അർജുൻ പറയുന്നത് വെച്ചാല് എന്താണ് തിരികെ സാധനങ്ങളെല്ലാം ഈ പറയുന്ന ചോക്ലേറ്റ് ഒക്കെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റിന് വേണ്ടി ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പിന്നീട് ടാസ്കിന് കാര്യങ്ങൾ ചെയ്ത സമയത്തും നല്ലതായിട്ടാണ് മാർക്കൊക്കെ തന്നല്ലോ. അപ്പൊ അതിന്റെ പേരിൽ സംസാരിക്കാൻ പോയായിരുന്നു. എൻ്റെ അടുത്ത് ആ പഴയ ദേഷ്യം ഉണ്ടായിട്ട് കൂടി ഞാൻ സംസാരിക്കാൻ പോകുന്നതായിട്ട് പറയുന്നുണ്ട്. പിന്നീട് എന്തായാലും ഈ പറയുന്ന ശ്രീതു ഉറങ്ങിയത് കൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് സോറി പറയാതെ ഈ ഒരു ദിവസം പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അർജുൻ ആ ഒരു സംഭാഷണം അവസാനിക്കുന്നത്. എന്തായാലും അത് ഇവര് തമ്മിലുള്ളത് മാറിയിട്ട് ജാസ്മിൻ അർജുൻ പോകുമ്പോ വരെയും ശ്രീതു അവസാനം അസൂയ കൊണ്ട് നിന്നെ നോക്കിയിരുന്നിട്ട് അവസാനം നിന്നെ ഒരു എന്താണ് പ്രൊപ്പോസൽ നടക്കുമെന്നൊക്കെ ഇനി കണ്ടറിയാം. ശരിയാണ്. എന്തായാലും ഇപ്പൊ പുറത്തൊരു നല്ല ഒരു ഇതല്ല. കാര്യം വെച്ചാൽ ശ്രീതു ഇപ്പോ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ മമ്മി വന്ന് ന്റെ പേരിൽ അർജുൻ എങ്ങനെ ഫേക്ക് ആവുന്നത്, അല്ലെങ്കിൽ അർജുനെ ഫേക്ക് ആക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു ഇത് നടക്കുന്നുണ്ട്. കാര്യം അങ്ങനെ ശ്രീതുവിനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിക്ക് കാര്യം എന്ന് വെച്ചാല് അതിൽ തന്നെ രണ്ട് വശമുണ്ട്. എന്താണ് ശ്രീതുവിന്റെ മമ്മിയാണല്ലോ എന്ന് പറയുന്നത്. ശ്രീതുവിന്റെ മമ്മിക്ക് എന്തായാലും അറിയാലോ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ. ശ്രീതു അർജുൻ കോംബോ വന്നു കഴിഞ്ഞാൽ അത് രണ്ടുപേർക്കും ഗുണമാണ്. പ്രത്യേകിച്ച് ശ്രീതു തന്റെ മകൾക്ക് ഗുണമാണെന്ന് അവർക്ക് അറിയാം എന്നിരുന്നിട്ട് കൂടി അവര് പറയുന്നുണ്ട് ആ കോംബോ വേണ്ട, നീ ഒറ്റയ്ക്ക് കളിക്ക്, നിന്റെ ഇൻഡിവിജ്വൽ ഗെയിം കളിക്ക്, ഫോക്കസ് ആയിട്ട് കളിക്കുന്നെന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം ജാസ്മിന്റെ അച്ഛനായിരുന്നു പറഞ്ഞതെങ്കിൽ
ജാസ്മിനെ എങ്ങനെയാണ് കളിക്കാൻ വിട്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് ആരും ഗബ്രിയുമായിട്ടുള്ള കേൾക്കാതെ പറഞ്ഞു കൊടുത്തായിരുന്നു അല്ലേ? അതെ ഗബ്രിയുമായിട്ടുള്ള കോംബോ ഗെയിമിംഗ് ഒക്കെ മോൾ എങ്ങനെ വേണമെങ്കിലും തുടർന്നോളൂ, ഏത് രീതിയിൽ ഏത് ടൈം വരെ വേണമെങ്കിലും തുടർന്നോളൂ എന്ന് ആ ഒരു അച്ഛൻ പറഞ്ഞു കൊടുത്തനെ. പക്ഷെ അവിടെയാണ് ഇവിടെ തിരിച്ച് സംഭവിച്ചേക്കുന്നത്. എന്ന് വെച്ചാല് മോളെ നീ ഒറ്റയ്ക്ക് കളിക്ക്, ഇപ്പൊ നിനക്കിവിടെ ഇവിടെ ഇത് മാത്രമല്ല ജീവിതം, ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും നിനക്കൊരു പ്രൊഫഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു ലൈഫ് ഉണ്ടെന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുന്നത്. ഞാൻ അതിനെ രണ്ട് രീതിയിലായിട്ടും നമുക്ക് കാണാം, ഒരു പോസിറ്റീവായിട്ടും കാണാം നെഗറ്റീവായിട്ടും കാണാം. കാര്യം അർജുൻ ഒരു ഫേക്ക് ആണെന്ന് ശ്രീതു പറയേണ്ട ആവശ്യമില്ല. അവക്ക് എന്തായാലും ശ്രീതുവിന് എന്തായാലും ഒരു തെറ്റിദ്ധാരണ വന്നതാണ്, അത് തിരുത്തിയില്ലെങ്കിൽ എന്തായാലും അത് ശ്രീതുവിന് തന്നെ ദോഷമായിട്ട് മാറും, അർജുനും ഗുണവും എന്നാണ് എനിക്ക് തോന്നുന്നത്. നിനക്ക് എന്ത് തോന്നടാ? പക്ഷെ അതില് ഞാനിപ്പോ ഒരു ഡൗട്ട് വന്നിട്ട് ഞാൻ ബാക്കിൽ ഇങ്ങനെ നോക്കിയതായിരുന്നു. കുറച്ച് ഞാൻ നോക്കുന്ന സമയത്ത് എനിക്ക് അർജുൻ ശ്രീതു ആ സമയത്തൊക്കെ ജാസ്മിൻ വല്ലാത്തൊരു ഇതാണ്. ജാസ്മിൻ അല്ല, ശ്രീതു ഒരു മുഖം ഫേസിലൊക്കെ ഒന്ന് വാടുന്നുണ്ട് ഞാൻ നോക്കുന്ന സമയത്തെ. അതായത് ഈ ബ്ലഷ്നെസ് ഇവ അടുത്ത് വരുന്ന സമയത്ത് ബ്ലഷ്നെസ് ഉണ്ടെങ്കിലും ബാക്കി സമയങ്ങളില് ശ്രീതു അടുത്തില്ലാതെ അർജുൻ മറ്റു ലേഡീസിന്റെ അടുത്തിരിക്കുന്ന സമയത്ത് ഒരു പൊസസീവ്നെസ് കാണിക്കുന്നുണ്ട്. നമ്മുടെ ജാസ്മിൻ മുമ്പ് ഗബ്രി വേറെ ആളുടെ അടുത്ത് ഇരുന്ന സമയത്ത് ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ശ്രീതുവിന്റെ അടുത്തൊക്കെ ഇരുന്ന സമയത്ത് ഒരുമാതിരി തലയിൽ കൈയൊക്കെ വെച്ചിരുന്നിട്ടുണ്ട്, ഓർമ്മയുണ്ടത്? ആകെ ഒരു ഭ്രാന്തികളെ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇനി പതുക്കെ അതിലേക്കൊക്കെ പോകുമെന്നൊക്കെ ഇനി കണ്ടറിയാം. എന്തായാലും അങ്ങനെയാണ് സംഭവിച്ചു കഴിഞ്ഞാൽ ശ്രീതുവിന് തന്നെ ആയിരിക്കും ഒരു വലിയൊരു നഷ്ടം ഉണ്ടാവാൻ പോകുന്നല്ലേ. ഉറപ്പായിട്ടും. എന്ന് വെച്ചാല് പുള്ളിക്കാരി മെന്റലി ഡൗൺ ആവാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ പുറത്ത് വോട്ട് കുറയാൻ സാധ്യതയുണ്ട്. ശ്രീതു അർജുൻ കോംബോ നശിക്കുന്നതോടുകൂടി വോട്ട് മൊത്തവും ഈ തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിന്റെ സീസൺ തുടങ്ങിയപ്പോ മുതൽ ഇതുവരെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഫാൻസ് ഉള്ളത് അർജുനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ബാക്കിയുള്ളതൊക്കെ ഏറി ഇറങ്ങി ഏറ്റക്കുറച്ചിലൊക്കെ നിന്നിട്ടുണ്ട്. പക്ഷെ ഫ്രോം ദ ബിഗിനിങ് ഇതുവരെ ഒരു 15 മുതൽ 25% അത്രേ ഉള്ളെങ്കിൽ പോലും അത് കൺസിസ്റ്റന്റ് ആയിട്ട് പുള്ളിക്കുണ്ട് തുടക്കം മുതലേ. അതെ അതെ തീർച്ചയായും. അതെന്തായാലും ഒരു നല്ല സൂചനയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കാര്യം ഇത്ര 70 ദിവസമായിട്ട് ഒന്ന് എന്താണ് പെട്ടെന്നൊരു മാറ്റം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ക്യാരക്ടറിൽ പെട്ടെന്ന് ചേഞ്ച്, പേഴ്സണാലിറ്റി ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പം പുള്ളിക്ക് അത് ഗുണമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല ഇനിയുള്ള 30 ദിവസത്തിൽ ഓവർടേക്ക് ചെയ്യാനും എല്ലാം കഴിവുള്ള ഒരാളായിട്ട് തന്നെ എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. അപ്പോ പുള്ളിക്കാരന് പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ഔട്ടായാല് നിലവിലെ അവസ്ഥയിൽ ശ്രീധുവിന് കിട്ടേണ്ട വോട്ടിന് ജാസ്മിൻ കൊണ്ടുപോകുന്നൊക്കെ കണ്ടറിയാം. അതെ എന്തായാലും നോക്കാം അല്ലേ. എന്തായാലും ഈ പറയുന്ന പോലെ 67ാമത്തെ ദിവസം ഇതൊക്കെയാണ് നടന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ബൈ.